ഇല്ല, ഇത് ഒന്നും രണ്ടും 10 തവണയല്ലല്ലോ പറയുന്നത്. ഇത് ഞങ്ങളൊക്കെ ഇത് പറഞ്ഞു മടുത്തു. കാര്യം എന്താ വെച്ചാൽ ഇതുവരെ ഇതിനൊരു പ്രതിവിധി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ ജീവനും നഷ്ടപ്പെടുമ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവും. നിങ്ങൾ വാർത്ത കൊടുക്കും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറയും, എന്നിട്ട് തിരിച്ചു പോകും. പക്ഷെ ഇതിന് ശാശ്വതമായൊരു പ്രതിവിധി ഇതുവരെ ഇല്ല. ഇത് കാട്ടിൽ നിന്നല്ല വാസ്തവത്തിൽ. ഇദ്ദേഹം ടാപ്പിങ്ങിന് പോയ സമയത്ത് അവിടെ എരിയാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിൽ വെച്ചിട്ടാണ് ഈ ആന ഇറങ്ങി വന്ന് ശല്യം ചെയ്യല്ല, ആക്രമിക്കുകയാണ്. അപ്പൊ ഈ രൂപത്തിൽ മനുഷ്യനിപ്പോ വാസ്തവത്തിൽ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശം നിരവധി റബ്ബർ എസ്റ്റേറ്റുകളുള്ള മേഖലയാണ്. ഇപ്പൊ റബ്ബർ എസ്റ്റേറ്റുകളിലൊക്കെ ടാപ്പിങ്ങിന് പോലും ആള് വരുന്നില്ല. കാരണം പട്ടാപ്പകൽ ഈ എസ്റ്റേറ്റുകളിലൊക്കെ ആന ഇറങ്ങി ആളുകളെ കൂട്ടമായി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ വിശേഷം നിലനിൽക്കാം. ഇവിടെ ഇതിന് പഴയ കാലത്താണെങ്കിൽ നേരത്തെ നമുക്ക് ഈ വനവാസ മേഖലയ്ക്ക് ചുറ്റും വലിയ ട്രഞ്ചുകളും മതിലുകളും ഒക്കെ നിർമ്മിക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പൊ ആകെ സർക്കാർ ചെയ്യുന്നില്ല, ചെയ്യും എന്ന് പറയുന്നത് ഈ സോളാർ ഫെൻസിങ് ആണ്. സോളാർ ഫെൻസിങ് ഒരിക്കലും ഈ ഫെൻസിങ് ഉള്ള കമ്പിയിൽ ഇവരെന്താ ചെയ്യുന്ന ചെറിയ നേർത്ത കമ്പി വെച്ചിട്ടാണ് ഫെൻസിങ് നടത്തുന്നത്. ഇതൊന്നും ആനയ്ക്കൊരു പ്രതിവിധിയേ അല്ല ആനയുടെ ആക്രമണത്തിൽ. ഈ മേഖല പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, നിലമ്പൂർ മേഖലയിൽ നിന്ന് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ തേക്കും മറ്റു മരങ്ങളുമാണ് ഈ ഖജനാവിലേക്ക് വലിയ ഫണ്ടായി കോടിക്കണക്കിന് രൂപ എത്തുന്നത്. ഓരോ വർഷവും ഇങ്ങനെ സർക്കാരിന്റെ ഖജനാവിലേക്ക് നിലമ്പൂരിൽ നിന്നും എത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ വിറ്റ് കിട്ടുന്ന കാശിന്റെ ഒരു 5% ഈ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി സർക്കാർ നീക്കിവെച്ചാൽ മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമെന്നതാണ് യാഥാർത്ഥ്യം. ഇതിനു പോലും ശാശ്വതമായ ഒരു പരിഹാരമില്ല. വലിയ കോൺക്ലേവുകൾ നടക്കുന്നു, അല്ലെങ്കിൽ ഇവരെയൊക്കെ വിളിച്ചിട്ട് വലിയ കോൺക്ലേവുകളും സെമിനാറുകളും മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതായത് ഈ വർഷം മാത്രം 6 പേർ മലപ്പുറത്തെ നിലമ്പൂരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇത്രയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അവിടെ ശാശ്വതമായ ഒരു പരിഹാരം അത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ജനങ്ങളടക്കം പലതവണയായി പരാതി പറഞ്ഞിട്ടുണ്ടെന്നും ആരോപിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ട്രഞ്ചുകൾ, നേരത്തെയുള്ള ഗവൺമെന്റുകളൊക്കെ ട്രഞ്ചുകൾ നിർമ്മിച്ചു. ആ ട്രഞ്ചുകൾ മെയിൻ്റനൻസ് നടത്താൻ പോലും ഇപ്പോഴത്തെ ഗവൺമെന്റും ഭരണാധികാരികളും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ചിട്ട് ഇവർക്ക് ട്രഞ്ചുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്ന സംവിധാനമുണ്ട്. പുതിയ ട്രഞ്ചുകൾ നിർമ്മിക്കാൻ അതിനുവേണ്ടി MNREGSന്റെ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ റോഡിന്റെ വനവാസ മേഖലയ്ക്ക് ചുറ്റുമുള്ള ജനവാസ മേഖലയ്ക്ക് ചുറ്റുമുള്ള വനാതിർത്തിയിൽ അവിടെ ഒരു ക്ലിയറിംഗ്, കാരണം ആന വരുന്ന അല്ലെങ്കിൽ മൃഗങ്ങൾ വരുന്നത് കാണാൻ പോലും കഴിയില്ല. സാധാരണ നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്ത് പോയാലും ഈ ജനവാസ മേഖലയ്ക്ക് ചുറ്റും ഒരു 10, 30, 50 മീറ്റർ അകത്തേക്ക്, ഫോറസ്റ്റിനകത്തേക്ക് അവിടെ ക്ലിയർ ചെയ്ത് നിൽക്കുന്നത് കാണാം. കാരണം മൃഗങ്ങൾ വരുന്നത് കാണാനെങ്കിലും സാധിക്കും. ഇത് മൃഗങ്ങൾ വന്ന് മുട്ടിയാൽ പോലും അറിയാത്തൊരവസ്ഥാ വിശേഷം നിലനിൽക്കാം. ഇപ്പോഴും സർക്കാരിന്റെ മുന്നിൽ ഈ പറഞ്ഞ ഒരു ഹാങ്ങിങ് ഫെൻസിങ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണുള്ളത്. ഈ ആനക്കല്ല, ഒരു പൂച്ച വന്ന് തൊട്ടാൽ പോലും വീഴുന്ന രൂപത്തിലാണ് ഈ ഫെൻസിങ് സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇത്. ജനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്തൊരവസ്ഥയിൽ നിലനിൽക്കുക. എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഒരു പ്രതിവിധിയില്ല, ഒരു ഫലമില്ല. 6 ആളുകളെയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്, 1-2 വർഷങ്ങൾ കൊണ്ട് 6 പേരെയാണ് ഇവിടെ ആന ചവിട്ടിക്കുന്നത്. ഇത് ആന ചവിട്ടിക്കൊല്ലുമ്പോൾ നിങ്ങളിത് വാർത്ത കൊടുക്കുമ്പോൾ ഒരു പ്രതികരണം ഉണ്ടാകും എന്നതല്ലാതെ വീണ്ടും അടുത്തൊരാളെ ചവിട്ടിക്കൊല്ലുമ്പോൾ വീണ്ടും ഒരു പ്രതികരണം. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചില്ലെങ്കിൽ ഇവിടുത്തെ നിരവധി ആളുകളുടെ ജീവൻ ഭീഷണിയില്ല. പല വീടുകളിലും കുട്ടികൾ പോലും സ്കൂളിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്നത് വരെ ആധിയായി കഴിയുക. ഭർത്താവ് ജോലിക്ക് പോയാൽ, സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആളുകൾ ജോലിക്ക് പോയാൽ തിരിച്ചു വരുന്നവരെ ആധിയാണ്. ടാപ്പിംഗ് തൊഴിലാളികൾ ഇന്ന് വരുന്നേ ഇല്ല ഈ ഭാഗത്തേക്ക്.
അങ്ങനെ വല്ലാത്തൊരവസ്ഥാവിശേഷം നിലനിൽക്കുക. അടിയന്തരമായി ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പറയാനുള്ളത്. ഈ സർക്കാരിനോട് ഇതിനെപ്പറ്റി നേരത്തെ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? സർക്കാർ പറയുന്ന ഇതാണ്, ഞങ്ങൾ ഹാങ്ങിങ് ഫെൻസിങ് നടത്തും, അതിന് ഫണ്ടില്ല, ഉള്ളത് വെച്ചുകൊണ്ട് കുറെ ചെയ്യുന്നു, ബാക്കി പിന്നീട് ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലാതെ ഒരു പ്രതിവിധി ഇല്ലല്ലോ. മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥ, ഇനി ഉദ്യോഗസ്ഥന്മാരുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനൊരു വാഹനം പോലും ഇല്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് വന്നിട്ട് പറയണം, നിങ്ങളൊരു വാഹനം സംഘടിപ്പിച്ചു വരുമോ? RRTക്ക് ഇതേപോലെ പ്രശ്നമുണ്ടെങ്കിൽ സ്ഥലത്തെത്താൻ വാഹനമില്ല, അവരുടെ ഇതിന് ബുള്ളറ്റ് ഇല്ല. ഇതൊക്കെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുക. അവര് ഞങ്ങളുടെ കയ്യിലില്ല, ബുള്ളറ്റ് ഇല്ല, ഞങ്ങൾക്ക് വാഹനമില്ല എന്നൊക്കെ പറയുന്നു. കോടിക്കണക്കിന് രൂപയുടെ തേക്ക് മരം നിലമ്പൂരിൽ നിന്ന്, ഈ നിലമ്പൂർ ഡിവിഷനുകളിൽ നിന്ന്, 2 ഡിവിഷനിലും അതേപോലെ സെയിൽ ഡിവിഷനിലും നിന്ന് കോടിക്കണക്കിന് രൂപയുടെ തേക്കുകളാണ് സർക്കാർ ഖജനാവിലേക്ക് പോകുന്നത്. അതിന്റെ വിലയായി സർക്കാർ ഖജനാവിലേക്ക് ലഭിക്കുന്നത്. അതിന്റെ ഒരു 5% ഇതിന് നീക്കിവെച്ചാൽ, ഇപ്പൊ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്കൊരു വാഹനത്തിന് വേണ്ടി ജനങ്ങളോട് കെഞ്ചേണ്ട ഒരു അവസ്ഥാവിശേഷം എന്ന് പറഞ്ഞാൽ എത്ര നാണം കെട്ട ഒരവസ്ഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.